നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. റാന്നിക്ക് സമീപമുള്ള ഒരു പെന്തക്കോസ്ത് സഭയിലുണ്ടായ അടിയാണ് വീഡിയോയിലുണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ദേവാലയത്തിലാണ് ആ അടി നടന്നതെന്നാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യം. ഇങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കണം. കാരണം എന്തു തന്നെ ആയിക്കോട്ടെ, അടിയും തല്ലും ഒക്കെ സഭയ്ക്ക് വെളിയിലാകണം. ദൈവത്തിൻ്റെ ആലയമാണ് ദേവാലയം. പൊതുവെ പെന്തക്കോസ്തുകാരെ കുറിച്ച് കുറെ കാലമായി നല്ലതല്ലാത്ത വാർത്തകളാണ് പ്രചരിക്കുന്നത്. ഒന്നാമത്, പെന്തക്കോസ്ത് ആത്മീയ രംഗത്ത് പോക്കറ്റടിക്കാർ വർദ്ധിക്കുന്നുവെന്ന ചിന്ത സമൂഹത്തിലുണ്ട്. സാധാരണക്കാരായ വിശ്വാസികളെയും ദൈവദാസന്മാരെയും സാമ്പത്തികമായി ചൂഷണം നടത്തുന്ന നേതൃനിരകൾ, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ന്യൂജൻ സുവിശേഷകരുടെ ധനശേഖരണം, സ്വന്തം കുടുംബം മാത്രം കൈകാര്യം ചെയ്യുന്ന ഈ ലക്ഷങ്ങൾ കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്ന ഈ ആത്മീയ രക്തരക്ഷസുകൾ സമുദായദ്രോഹികളാണ്, അല്ലാതെ സമുദായത്തെ വളർത്തുന്നവരല്ല. ഇക്കൂട്ടരെ മുഴുവനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത്തരക്കാരെ എത്തിക്കേണ്ടിയിരിക്കുന്നു. കുടുംബ ട്രസ്റ്റുകൾ ഉണ്ടാക്കി സർക്കാരിനെയും അതുപോലെ പാവം പിടിച്ച വിശ്വാസികളെയും പറ്റിച്ച് ആർഭാട ജീവിതം നയിക്കുന്ന ഇതുപോലെയുള്ള ഉടായ്പകൾ ഇനിയും അധികകാലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. Subscribe and follow me.